12 വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് കരുതപ്പെടുന്നു. മൂല എന്നർത്ഥം വരുന്ന കോൺ, സൂര്യൻ എന്നർത്ഥം വരുന്ന അർക്ക എന്നീ വാക്കുകൾ ചേർന്നാണ് കൊണാർക്ക് എന്ന പേരുണ്ടായത്. സൂര്യദേവൻ സഞ്ചരിക്കുന്ന കൂറ്റൻ രഥത്തിന്റെ ആകൃതിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രഥത്തിന് ഇരുവശങ്ങളിലുമായി 12 വീതം ആകെ 24 ചക്രങ്ങളുണ്ട്. ഇവ വെറും അലങ്കാരങ്ങളല്ല, മറിച്ച് കൃത്യമായ സമയം കണക്കാക്കാൻ സഹായിക്കുന്ന സൂര്യഘടികാരങ്ങൾ കൂടിയാണ്. ചക്രത്തിലെ ആരക്കാലുകളുടെ നിഴൽ നോക്കി സമയം തിട്ടപ്പെടുത്താൻ സാധിക്കും. രഥം വലിക്കുന്ന രീതിയിൽ 7 കുതിരകളുടെ ശില്പങ്ങൾ ക്ഷേത്രത്തിന് മുന്നിലുണ്ട്. ഇവ ആഴ്ചയിലെ 7 ദിവസങ്ങളെ സൂചിപ്പിക്കുന്നു. സങ്കീർണമായ കല്ലിൽ കൊത്തിയ ശില്പകലകൾ ഇവിടുത്തെ ആകർഷണമാണ്. കലിംഗ വാസ്തുവിദ്യാ ശൈലിയിൽ കറുത്ത ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതിനാലും കടൽ യാത്രക്കാർക്ക് ഒരു നാഴികക്കല്ലായി വർത്തിച്ചതിനാലും യൂറോപ്യൻ നാവികർ ഇതിനെ ബ്ലാക്ക് പഗോഡ എന്ന് വിളിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലൂടെ പുലർച്ചെയുള്ള സൂര്യരശ്മികൾ കൃത്യമായി ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹത്തിന്മേൽ പതിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. ഇതിഹാസങ്ങൾ അനുസരിച്ച് ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന വലിയൊരു കാന്തം വിഗ്രഹത്തെ വായുവിൽ ഉയർത്തി നിർത്താൻ സഹായിച്ചിരുന്നു. എന്നാൽ ഇത് കപ്പലുകളുടെ ദിശ മാറ്റാൻ കാരണമായതിനാൽ പണ്ട് പോർച്ചുഗീസുകാർ ആ കാന്തം നീക്കം ചെയ്തതായി പറയപ്പെടുന്നു. ഭിത്തികളിൽ ദേവതകൾ, നർത്തകർ, മൃഗങ്ങൾ, പുരാണ സംഭവങ്ങൾ എന്നിവയുടെ അതിമനോഹരമായ കൊത്തുപണികൾ കാണാം. അന്നത്തെ സാമൂഹിക ജീവിതത്തെയും യുദ്ധങ്ങളെയും ഇവ വരച്ചു കാട്ടുന്നു. സഭാ ഹാൾ ആയ ജഗൻമോഹന മണ്ഡപം, നൃത്ത ഹാൾ ആയ നടനമന്ദിരം, ഭക്ഷണ ഹാൾ